ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിന് MBBS, BDS, BSc നേഴ്സിംഗിന്റെ തേർഡ് റൗണ്ട് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ തേർഡ് റൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണിത്. അപ്പൊ അതില് ഞാൻ ഡീറ്റെയിൽ ടൈറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട്. തേർഡ് റൗണ്ടിൻ്റെതാണ്. ആദ്യ 2 റൗണ്ട് കഴിഞ്ഞു. ഇത് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിന്റെ 3ാമത്തെ റൗണ്ടാണ്. MBBS, BDS, BSc നേഴ്സിംഗ്. അപ്പൊ അതിന് രജിസ്ട്രേഷൻ എന്ന് തുടങ്ങുന്നു എന്ന് ചോദിച്ചാൽ ഒക്ടോബർ 3 തുടങ്ങി ഒക്ടോബർ 8-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി വരെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഉണ്ട്. എന്നാൽ ഇതേ 8-ാം തീയതി വൈകിട്ട് 3 മണി വരെ നിങ്ങൾക്ക് ഫീ പേയ്മെന്റ് നടത്താം. രജിസ്ട്രേഷൻ 8-ാം തീയതി 12 മണി വരെയാണെങ്കിൽ, അതായത് ഉച്ചയ്ക്ക് 12 മണി വരെയാണെങ്കിൽ ഫീ പേയ്മെന്റ് 3 മണി വരെ കൂടി നിങ്ങൾക്ക് കിട്ടും. എന്നാൽ നിങ്ങൾക്ക് ചോയ്സ് ഫില്ല് ചെയ്യണമെങ്കിൽ, അത് ലോക്ക് ചെയ്യണമെങ്കിൽ 5-ാം തീയതി തുടങ്ങിയിട്ടേ ഉള്ളൂ. 3-ാം തീയതി രജിസ്ട്രേഷൻ തുടങ്ങിയാലും ചോയ്സ് നിങ്ങൾക്ക് 5-ാം തീയതി ചെയ്യാൻ പറ്റും. 8-ാം തീയതി രാത്രി 11:55 വരെ. ചോയ്സ് ലോക്ക് ചെയ്യേണ്ടത് ഇതേ 8-ാം തീയതി 4 മണി തുടങ്ങി രാത്രി 11:55 വരെയാണ്. ചോയ്സ് നിങ്ങൾ ലോക്ക് ചെയ്തില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി ലോക്ക് ആവും. റൈറ്റ്. ഇനി ഇതിന്റെ റിസൾട്ട് ഒക്ടോബർ 11-ാം തീയതി വരും. റിപ്പോർട്ടിങ് ഒക്ടോബർ 12 തുടങ്ങി 18 വരെയുള്ള സമയത്താണ്. ഇതാണ് തേർഡ് റൗണ്ടിന്റെ ഷെഡ്യൂൾ. ഇനി റൗണ്ട് 3യിലേക്ക് ആർക്കൊക്കെ പങ്കെടുക്കാം? റൗണ്ട് 3യിൽ റൗണ്ട് 1ലോ റൗണ്ട് 2വിലോ സീറ്റ് കിട്ടിയ ആർക്കും അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് വരാം. പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി റൗണ്ട് 1ലും സീറ്റ് കിട്ടിയിട്ടില്ല, റൗണ്ട് 2വിലും സീറ്റ് കിട്ടിയിട്ടില്ല, നേരെ വരാം. ഓക്കെ. ഇനി റൗണ്ട് 1ൽ സീറ്റ് കിട്ടി, എടുത്തില്ല, അപ്പൊ ഫ്രീ എക്സിറ്റ് ആണ്. ഫീസ് അവിടെയുണ്ട്, നേരെ രജിസ്റ്റർ ചെയ്യാം. റൗണ്ട് 2ൽ സീറ്റ് കിട്ടി, എടുത്തില്ല, അപ്പൊ ഫീ നഷ്ടപ്പെട്ടു. ഇങ്ങനെ ഫീ നഷ്ടപ്പെട്ടവർ പുതിയതായി ഫീ അടയ്ക്കണം. അപ്പൊ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫീ അവിടെയുണ്ട്. ഇനി നിങ്ങൾ ഫ്രീ എക്സിറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ ഫീ അവിടെയുണ്ട്. എന്നാൽ നേരെ തിരിച്ച് നിങ്ങൾ സീറ്റ് കിട്ടിയിട്ട് ഫീ നഷ്ടപ്പെടുത്തിയവരാണെങ്കിൽ പുതിയതായി ഫീ അടയ്ക്കേണ്ടി വരും. പുതിയ രജിസ്ട്രേഷൻ ആണ് റൗണ്ട് 3ക്ക് വരാം. എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും റൗണ്ട് 3ൽ വരാം. അത് ഫീസ് അടയ്ക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ ഏത് റൗണ്ടിൽ സീറ്റ് നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നതനുസരിച്ചിരിക്കും. റൈറ്റ്. ഇനി റൗണ്ട് 3ൽ ശ്രദ്ധിച്ചു, നിങ്ങൾക്ക് അലോട്ട്മെന്റ് വരുന്നു. റൗണ്ട് 3ൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കാം. സീറ്റ് അലോട്ട് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സ്റ്റേ വേക്കൻസിയിലേക്കും നിങ്ങളെ പരിഗണിക്കും. നമുക്ക് സ്റ്റേ വേക്കൻസിക്ക് ഓപ്ഷൻ കൊടുക്കാം. ഇനി സപ്പോസ് നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഉള്ള ഓപ്ഷൻസ് നോക്കിയേ. ഒന്നുകിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാണ്ടിരിക്കാം, പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ നിങ്ങളുടെ അടച്ച ഫീസ് പോയി. 2, നിങ്ങളുടെ സ്റ്റേ വേക്കൻസി തുടങ്ങി. 1ലും ഇനി പരിഗണിക്കില്ല. ഓൾ ഇന്ത്യയിലേ ഉള്ളൂ, സ്റ്റേറ്റിലെ പ്രശ്നമില്ല. അപ്പൊ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫീസും പോയി, നിങ്ങളെ അടുത്ത റൗണ്ടിൽ പരിഗണിക്കില്ല. അതോടെ നിങ്ങളുടെ ഈ വർഷത്തെ ഓൾ ഇന്ത്യ സീറ്റ് എന്നുള്ള സ്വപ്നം കഴിയും. ഓക്കെ. സീറ്റ് കിട്ടിയിട്ട് നിങ്ങൾ എടുത്തില്ലെങ്കിലാണ് കേട്ടോ. ഇനി നിങ്ങൾ ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുക. ഇനി ഒരു അപ്ഗ്രേഡേഷൻ ഇല്ല, ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. നിങ്ങൾക്ക് വൺസ് സീറ്റ് കിട്ടിയോ ജോയിൻ ചെയ്തോ, ഇനി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റൂല. ഇത് ലാസ്റ്റ് റൗണ്ടാ. ഇനിയുള്ളത് സ്റ്റേ വേക്കൻസിയാ, ഇതുവരെ കിട്ടാത്തവർക്കുള്ളതാ. ഇനി സീറ്റ് കിട്ടി, അതെങ്ങനെയാണ്? നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് വന്നവരാ. റൗണ്ട് 1ലെ സീറ്റ് അപ്ഗ്രേഡ് ചെയ്തവരാ, റൗണ്ട് 2ലെ അപ്ഗ്രേഡ് ചെയ്തവരാ. നിങ്ങളും ജോയിൻ ചെയ്യുക, നിങ്ങൾക്കും വേറെ വഴിയില്ല. അപ്ഗ്രേഡേഷൻ, ഇനിയൊരു അപ്ഗ്രേഡേഷൻ ഇല്ല. അതേസമയം ഇവിടെ ജോയിൻ ചെയ്തോ അല്ലെങ്കിൽ ഇവിടെ അപ്ഗ്രേഡ് ചെയ്തിട്ടോ ഒക്കെ എക്സിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ഇനി ഒരു റൗണ്ട് ഇല്ല. അതും ശ്രദ്ധിക്കണം. ഇത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റേ വേക്കൻസിയാ. ആർക്കേ ഉള്ളൂ സ്റ്റേ വേക്കൻസി? റൗണ്ട് 3ൽ കൊടുത്ത നിങ്ങൾ ആവശ്യപ്പെട്ട സീറ്റ് തന്നിട്ടില്ലെങ്കിൽ മാത്രം, നിങ്ങൾക്ക് സീറ്റ് അലോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റേ വേക്കൻസി ഉള്ളൂ. അല്ലാത്ത ആർക്കും സ്റ്റേ വേക്കൻസി ഉണ്ടാവില്ല. ഇനി സ്റ്റേയിലേക്കൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടി റിസ്ക് ആണ്. സ്റ്റേയിൽ നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടിയാൽ നിങ്ങൾ അത് എടുത്തിരിക്കണം. ഇല്ലെങ്കിൽ 1 ഇയർ നിങ്ങൾ നീറ്റിൽ ഡീബാർ ആണ്. അങ്ങനെയുള്ള പ്രൊസീജിയർ ഒക്കെ ഉണ്ട്. അത് സ്റ്റേയ്ക്ക് മുമ്പ് പറയാം. ഇപ്പൊ നിലവിൽ ഞാൻ റൗണ്ട് 3യുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പൊ റൗണ്ട് 3യുടെ രജിസ്ട്രേഷൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് അതിനു മുമ്പ് ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ട് കോമൺ ആയിട്ട് ഞാൻ ആ വീഡിയോ ചെയ്തു എന്നേ ഉള്ളൂ. റൗണ്ട് 3യുടെ ഡീറ്റെയിൽ ആണ്. ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ എൻഡിൽ എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഞാൻ കമന്റ് ബോക്സിൽ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ ബാക്കി അപ്ഡേഷൻസ് ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ആയിട്ട് അതിൽ ഗ്രൂപ്പിൽ എത്തിക്കാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.